അഡ്വക്കേറ്റ് രാഖി, ഇന്ന് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വളരെ അസാധാരണമായ ഒരു സത്യപ്രതിജ്ഞ ആയിരുന്നല്ലോ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നത്. അതിനുശേഷം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിന് ബേസിൽ പാറേക്കുടിയുടെ മറുപടിയാണ് കണ്ടത്. അപ്പോൾ ഇരട്ട നീതി എന്ന് പറയുന്ന ആ ആരോപണം നിഷേധിക്കുകയാണ് ബേസിൽ പാറേക്കുടി. പറയൂ. ഈ വിഷയത്തിൽ എനിക്ക് വളരെ അതിശയം തോന്നുന്ന ഒന്ന്, എങ്ങനെ IP ബിനുവിനെയും കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന സുഗതനെയും ഒക്കെ കമ്പയർ ചെയ്ത് ഇവിടെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റുമെന്നുള്ളതാണ്. IP ബിനു എന്ന് പറയുന്നത് CPM-ന്റെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. അയാളെക്കുറിച്ച് ഗുണ്ടയാണോ എന്നും അയാൾ ചുറ്റുപാടുമുള്ളവരെക്കുറിച്ച് ആക്രമിച്ചെന്നും അയാൾ തലക്കടിക്ക് കൊല്ലാൻ ശ്രമിച്ച ആളാണെന്നും അതല്ലെങ്കിൽ പിടിച്ചുപറി കേസിലെ പ്രതിയാണെന്നും വീട് കയറി ആക്രമിച്ച ആളാണെന്നോ ഒന്നല്ല. ഈ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, അത് KSUവും അതോടൊപ്പം തന്നെ DYFIയും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ യുദ്ധങ്ങളിലുണ്ടായ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളിൽ വന്ന സംഭവങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. ഞാനൊരിക്കലും സുഗതനെയും IP ബിനുവിനെയും ഒക്കെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റുന്ന ആളാണ് എന്ന് ഞാൻ സ്ഥാപിക്കത്തേയില്ല, അത് പറയാനും പറ്റില്ല. ഇന്നത്തെ ബഹുമാനപ്പെട്ട ശ്രീ ജോയ്സ് സൂചിപ്പിച്ച കാര്യം മറ്റൊന്നുമല്ല. IP ബിനുവിനെ കോടതികളിലേക്ക് കൊണ്ടുവരുമ്പോൾ കൈവിലങ്ങണിഞ്ഞു കൊണ്ടുവരുന്നൊരു സാഹചര്യവും കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു ജില്ലയിൽ തന്നെ പ്രവേശിക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരു കുറ്റവാളിയെ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴും കയ്യിൽ അത്തരത്തിൽ വിലം കാണിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കമ്പാരറ്റീവ് സ്റ്റഡി മാത്രമാണ്. അല്ലാതെ ആ വ്യക്തിപരമായി അവർ നടത്തിയ പ്രവർത്തികളെക്കുറിച്ചോ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഗുണ്ടകളുടെ പ്രവർത്തനം എന്നുള്ള ഇതിനെക്കുറിച്ചോ ഉള്ളൊരു വിമർശനമായിരുന്നില്ല ഇത് ഉന്നയിച്ചത്. ഇത് തികച്ചും മോശകരമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അങ്ങനൊരു സംസാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കട്ടെ, ശ്രീ കാപ്പ സുഗതൻ കഴിഞ്ഞ ദിവസം ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറയുമ്പോൾ അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തണമെന്നുള്ളത് കൊണ്ട് മാത്രം ശ്രീ കുഞ്ഞികൃഷ്ണൻ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിധി ഉണ്ടായത്, നമ്മുടെ വിയൂർ ജയിലിൽ വെച്ച് ഈ സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരു വിധി ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ നഗരത്തിലെ ഇന്ന് കരിദിനം ആചരിക്കേണ്ട ദിവസമാണ്. ഇതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ, അപമാനകരമായിട്ടുള്ളൊരു സാഹചര്യം ഈ നാട്ടിലുണ്ടായിട്ടുണ്ടോ? കാപ്പ കേസിലാണ് പ്രതി. കാപ്പ കേസ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി സോഷ്യൽ എലിമെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എതിരെ ചാർത്തപ്പെടുന്ന ഒരു കുറ്റമാണ്. നിങ്ങളത് ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി ചുമത്തുന്നു എന്ന് സൂചിപ്പിക്കുമ്പോഴും കഴിഞ്ഞ 2 തവണയും ഏത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അയാൾ കാപ്പ കേസിൽ പ്രതിയാവുകയും അതിനോടൊപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടായത്? 3ാമത്തെ തവണയും ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സാമാന്യം കാണിക്കേണ്ട മര്യാദ, ഏതൊരു ജനപ്രതിനിധിയും തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ നാട്ടിന് മാന്യമായി പെരുമാറേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം കൊടുക്കുവാൻ അയാൾ ബാധ്യസ്ഥനാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നടന്ന ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം പിന്നീട് അയാളെ നിയമപരമായി അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ അതിക്രമിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഒക്കെ ഇത്തരത്തിൽ ഒരു പ്രതി പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി പെരുമാറുമ്പോൾ, ഒരു ജനപ്രതിനിധി പെരുമാറുമ്പോൾ ഉണ്ടായ ഒരു 3ാമത്തെ കേസാണ് കാപ്പയിൽ അയാളെ വീണ്ടും കുറ്റക്കാരനാക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ പ്രേരിതമെന്നും പറഞ്ഞുകൊണ്ട് അതിനെ വില കുറച്ച്. ഒരു സെക്കൻഡ് ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. രാഖി ഇപ്പോൾ സൂചിപ്പിച്ച ആ ക്ഷേത്രത്തിൻ്റെ പ്രശ്നമുണ്ട്. അതിൽ നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയ സ്റ്റാൻഡ് നിങ്ങൾ അക്കാര്യത്തിൽ എടുക്കും. അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതേ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരാൾ, എതിർചേരിയിൽ ഉള്ള ഒരാൾ വടിവാളെടുത്ത് നാട്ടുകാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ആ സമയത്തൊക്കെ വൻതോതിൽ പ്രചാരം നേടിയതാണ്. ആ വടിവാളെടുത്ത് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന ആൾ അവിടുത്തെ അറിയപ്പെടുന്ന CPM-ന്റെ വലിയൊരു പ്രവർത്തകനാണ്. പക്ഷേ അയാൾക്കെതിരെ ഒരു കേസ് പോലും എടുത്തില്ലല്ലോ. അതാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് വളരെ സിമ്പിളായി ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയും ഒരു സാധാരണ പ്രവർത്തകനും എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സാധാരണ ഒരു പ്രവർത്തകന് ഏത് പരിധിയില്ലാതെയും ഏതുവരെയും പോകാം, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും. പക്ഷെ തെരഞ്ഞെടുത്ത് സാധാരണ ഒരു പ്രവർത്തകൻ ഇത്തരത്തിൽ നാട്ടുകാരെ മുഴുവൻ വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തി ആ ദൃശ്യമൊക്കെ രാഖിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതിലൊരു നടപടിയും വേണ്ട. അത് ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രം നടപടി, ജനപ്രതിനിധിക്ക് മാത്രം മര്യാദ, അത് ശരിയല്ലല്ലോ. ഏതൊരു വ്യക്തിയും നിയമം കയ്യിലെടുത്താൽ അവൻ ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥനാണ്. അവനെതിരെ കേസ് വരാനും ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഞാനിവിടെ സൂചിപ്പിച്ചത്, ഞങ്ങൾ കാപ്പ സുഗതൻ തന്നെയാണ് സുഗതനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരായി രാജനെ കാപ്പ രാജൻ
എന്ന് അല്ലല്ല, വിളിക്കൂ. അങ്ങനെ പറയണ്ടല്ലോ. കാരായി രാജൻ കാപ്പ കേസ് പ്രതിയാണ്. നിങ്ങൾ ഈ കാരായി രാജൻ കാപ്പ കേസ് പ്രതിയാണ്. എങ്കിൽ കാരായി രാജനെ കൂടി കാരായി രാജൻ എന്ന് വിളിക്കേണ്ടി വരും. നിങ്ങൾ പലരെയും ബന്ധിപ്പിക്കുമ്പോൾ ഇവർ തിരുവനന്തപുരം നഗരസഭയാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് ഇപ്പം ഇന്ന് വരെ മേയറുടെ കോട്ടുമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ മേയറുടെ ഔദ്യോഗിക വേഷത്തിൽ സെൻട്രൽ ജയിലിനകത്ത് പോയി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അതും എൻ്റെ പ്രിവിലേജിൽ വരുമെന്ന് പറയുന്ന മേയർ ഉൾപ്പെടെയുള്ള നഗരസഭയാണിത് തിരുവനന്തപുരം എന്നുള്ളത് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. അത് മറ്റു പലർക്കും അത് ഭൂഷണമാകാം, മറ്റു പലർക്കും അത് ഒരു ആഭരണമാകാം. പക്ഷെ ഞങ്ങൾക്ക് രാഖി ഞാൻ മടങ്ങി വരാം.